Question number 25, last question. Question number 25. The formation enthalpies of, അപ്പോൾ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകും തെർമോഡൈനാമിക്സ് ആണ്. തെർമോഡൈനാമിക്സ് തെർമോകെമിസ്ട്രി എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ്. Formation enthalpies of hydrogen, oxygen are 220 and 250 kilojoules per mole respectively at 298 Kelvin. Delta H of formation of water is minus 240 kilojoules per mole at the same temperature. Average bond enthalpy of OH bond എത്രയാണെന്നാണ് ചോദ്യം. Average bond enthalpy of OH bond എത്രയാണെന്നാണ് ചോദ്യം. നമ്മളൊന്ന് എഴുതി നോക്കുകയാണേ. വാട്ടറിന്റെ ഫോർമേഷൻ H2 plus half O2 gives water. ഇവിടെ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ച് ആണ് എന്ത്? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ അല്ലെ. ഈ H2 ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഹൈഡ്രജൻ ആറ്റംസ് ആയി മാറി, O2 ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഓക്സിജൻ ആറ്റമായി മാറി. ഇവര് രണ്ടുപേരും കമ്പൈൻ ചെയ്ത് H2 ആയി മാറുന്നു എന്ന് വിചാരിക്കുക അല്ലെ. അപ്പൊ ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചുകൾ ഏതൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ മക്കളെ നിങ്ങൾ ആലോചിക്കണേ, ഇത് ഹൈഡ്രജന്റെ ഫോർമേഷൻ അല്ലേ? അതെ, ഹൈഡ്രജന്റെ ഫോർമേഷൻ എന്താൽപ്പി 220 അല്ലേ? അതൊരു എച്ചിനല്ലേ? അപ്പൊ 2 H ഉണ്ടല്ലോ. അപ്പൊ 2 × 220 വരും ഇവിടെ. റെഡി അല്ലേ? ഇവിടെ O2 നിന്ന് O ഫോം ചെയ്യുന്നു. അപ്പൊ 250 അല്ലേ പറയുന്നത്? അത് 250 കറക്റ്റ് ആണ്. ഇനിയോടാ മക്കളെ, ഈ വാല്യൂ എത്രയാണെന്ന് നമുക്ക് അറിയാലോ അല്ലെ. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എത്രയാ? -242 ആണെന്ന് ചോദ്യത്തിലുണ്ട്. ഓക്കെ, -242 ആണ്. ഇനി ചോദ്യം എന്താടാ മക്കളെ? ചോദ്യം ഇവിടെ നടക്കുന്നത് എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇവിടെ നടക്കുന്നത് എന്താ? ബോണ്ട് ബ്രേക്കിംഗ് അല്ലേ, അല്ലെങ്കിൽ ബോണ്ട് ഫോർമേഷൻ അല്ലേ? അപ്പൊ 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർന്ന് വാട്ടർ ഉണ്ടാകാൻ വേണ്ട ബോണ്ട് എൻതാൽപ്പി. അപ്പൊ ഈ ഒരു ചേഞ്ച് ആക്ച്വലി ബോണ്ട് എൻതാൽപ്പി അല്ലേ സൂചിപ്പിക്കുന്നത്? അതെ, ഇത് 2 ടൈംസ് ബോണ്ട് എൻതാൽപ്പി അല്ലേ വരിക? അതെ, 2 ടൈംസ് ബോണ്ട് എൻതാൽപ്പിയാണ് വരിക. 2 ടൈംസ് ബോണ്ട് എൻതാൽപ്പിയാണ് വരിക. അതും മക്കളെ ബോണ്ട് എൻതാൽപ്പി നോർമലി നമ്മൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള എനർജി ആണല്ലോ. ഇവിടെ ബോണ്ട് ഫോർമേഷന്റെ സമയത്തല്ലേ. അപ്പൊ മൈനസ് ബോണ്ട് എൻതാൽപ്പി ആയിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി, SS ലോ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. SS ലോ പറയുന്നത് ഡെൽറ്റ H ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 × 220 plus 250 minus 2 × ബോണ്ട് എൻതാൽപ്പി. അതായത് ഇത് എത്രയാണെന്ന് നമുക്ക് അറിയാലോ അല്ലെ. ഇതിൽ നിന്ന് ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എത്രയാണ് മക്കൾ ഇത് വരിക? 2 × ഡെൽറ്റ H ഓഫ് ഫോർമേഷൻ ഓഫ് H2 എത്രയാ? -242 is equal to 2 × 220 is 440 plus 250 minus 2 × ബോണ്ട് എൻതാൽപ്പി. അപ്പൊ 2 × ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത് 440 plus 250 plus 242 അല്ലേ? അപ്പൊ ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത് ഇതിന്റെ പകുതി അല്ലേ? ഇത് എത്രയാണോ മക്കളെ വരുന്നത്? ഇറ്റ് ഇസ് 2 3 5 4 9 4 13 ബാക്കി 1 4 5 5 2 7 2 9 932/2 and it is 466 എന്ന് ആൻസർ വരും. and your right answer is 466 kilojoule. Okay, yes. So മക്കളെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്.